ശ്രീനാരായണ ഗുരുദേവൻ്റെ സന്യസ്ത ശിഷ്യ പരമ്പരയിലെ മഹത്വപൂർണമായ ജീവിതം നയിച്ച ഒരു സന്യാസി വര്യൻ്റെ സമാധിയാണ് ഏപ്രിൽ മാസം 24 രാത്രി സംഭവിച്ചത്. മുനി നാരായണ പ്രസാദ് ഗുരുദേവ ദർശനത്തിൻ്റെ ഒരു ആധികാരിക വ്യാഖ്യാതാവായിരുന്നു. കണ്ടെടുത്തിട്ടുള്ള മുഴുവൻ ഗുരുദേവ കൃതികൾക്കും വ്യാഖ്യാനം എഴുതി 3 വാള്യങ്ങളിലായി അദ്ദേഹം പ്രസിദ്ധപ്പെടുത്തി. ഗുരുവിൻ്റെ സന്യസ്ത ശിഷ്യ പരമ്പരയിൽ മറ്റൊരു സന്യാസിയും ഇന്നുവരെ ചെയ്തിട്ടില്ലാത്ത മഹത്വപൂർണമായൊരു കാര്യമാണത് എന്ന് പറയാവുന്നതാണ്. ഗുരുദേവകൃതികൾ പഠിക്കുന്നതിലും പഠിപ്പിക്കുന്നതിലും പ്രചരിപ്പിക്കുന്നതിലും അദ്ദേഹത്തിൻ്റേതായ തനതായ ഒരു വീക്ഷണമുണ്ടായിരുന്നു. ഗുരുദേവനെ ഒരു മഹാനായ ജ്ഞാനിയായി, ദാർശനികനായി പൂർണ്ണ അർത്ഥത്തിൽ അദ്ദേഹം കണ്ടിരുന്നു. ഗുരുവിനെ സാമൂഹ്യ പരിഷ്കർത്താവായോ വിപ്ലവകാരിയായോ അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തകനായോ മതപരിഷ്കർത്താവായോ മറ്റോ ഒന്നും കാണുന്നതിൽ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല. ഗുരു സമ്പൂർണ്ണ ഒരു ജ്ഞാനിയായിരുന്നു, ദാർശനികനായിരുന്നു. ഗുരുവിൻ്റെ കൃതികളിലെ ആശയം ഈ ജ്ഞാനദർശനമാണ് എന്ന് അദ്ദേഹം വളരെ യുക്തിഭദ്രമായി സ്ഥാപിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. വർക്കല നാരായണ ഗുരുകുലത്തിലെ 3ാമത്തെ അധ്യക്ഷനായിരുന്നു മുനി നാരായണ പ്രസാദ്. നടരാജ ഗുരു, നിത്യ ചൈതന്യതി എന്നിവരെ തുടർന്ന് മുനിനാരായണ പ്രസാദ് ഗുരുകുലത്തിൻ്റെ പരമ അധ്യക്ഷനായി. ഗുരുകുലത്തിൻ്റെ ശാഖകൾ കേരളത്തിലും കേരളത്തിന് വെളിയിലും അപൂർവമായി ഇന്ത്യക്ക് വെളിയിലുമായിട്ടുണ്ട്. ഈ സ്ഥാപനങ്ങളെയൊക്കെ നിലനിർത്തുവാനും കരുപ്പിടിപ്പിക്കുവാനും അതിൻ്റെ പ്രവർത്തനങ്ങളെ നയിക്കുവാനും നടത്തുവാനുമൊക്കെ അദ്ദേഹം പ്രത്യേകമായി സമയം കണ്ടെത്തിയിരുന്നു. ഗുരുദേവൻ്റെ പല കൃതികളും അദ്ദേഹം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു. നടരാജഗുരു എഴുതിയ കൃതികളെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. അതുപോലെ നിരവധി ഗ്രന്ഥങ്ങൾ സ്വതന്ത്രമായി അദ്ദേഹം രചിച്ചു. അദ്ദേഹം രചിച്ച ആപ്നായനം എന്ന കൃതിക്ക് അവാർഡ് ലഭിക്കുകയുണ്ടായി. നടരാജഗുരു എഴുതിയ ശങ്കരാചാര്യരുടെ സൗന്ദര്യ ലഹരിക്ക് ഇംഗ്ലീഷിൽ എഴുതിയ വ്യാഖ്യാനം മുനി നാരായണ പ്രസാദ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തപ്പോൾ അതിന് സാഹിത്യ അക്കാദമി അവാർഡുകൾ തുടങ്ങി നിരവധി പാരിതോഷികങ്ങൾ ലഭിക്കുകയുണ്ടായി. മുനി നാരായണ പ്രസാദിൻ്റെ സേവനങ്ങളെ, ഒരു ആധ്യാത്മിക ആചാര്യൻ എന്ന നിലയിൽ ചെയ്ത സേവനങ്ങളെ രാജ്യം അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പത്മശ്രീ നൽകുകയുണ്ടായി. അദ്ദേഹം പത്മശ്രീ ഏറ്റുവാങ്ങുവാൻ ഡൽഹിയിൽ പോകുവാൻ സാധിച്ചില്ല. വർക്കല നാരായണ ഗുരുകുലത്തിൽ വെച്ച് സമർപ്പിക്കുകയാണ് ചെയ്തത്. ആ സമ്മേളനത്തിൽ ശിവഗിരി മഠത്തിൻ്റെ പ്രതിനിധിയായി ഞാനും പങ്കെടുത്തിരുന്നു. ശിവഗിരിയിൽ നടക്കുന്ന തീർത്ഥാടനം, ധർമ്മമീമാംസ പരിഷത്ത് തുടങ്ങിയുള്ള പരിപാടികളിൽ ഗുരുദേവ കൃതികളെക്കുറിച്ചും മറ്റും ക്ലാസ് എടുക്കുവാനും പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുവാനുമൊക്കെയായി
മുനി നാരായണ പ്രസാദിനെ പല പ്രാവശ്യം ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട്. ഞാൻ തന്നെയും അദ്ദേഹത്തെ പല സമ്മേളനത്തിലും പങ്കെടുപ്പിച്ചിട്ടുണ്ട്. എന്നെയും വർക്കല നാരായണ ഗുരുകുലത്തിൽ നടക്കുന്ന പല പരിപാടിയിലും അദ്ദേഹം ക്ഷണിക്കുകയുണ്ടായി. ഏറ്റവും അവസാനം ഞങ്ങൾ തമ്മിൽ ഒത്തുചേരുന്ന ഒരു സന്ദർഭം, ഒരു സമ്മേളനം ഇക്കഴിഞ്ഞ മാർച്ച് മാസം 22 ഞായറാഴ്ച നടരാജഗുരുവിൻ്റെ സമാധി ദിനം പ്രമാണിച്ചുള്ള സമ്മേളനമാണ്. ആ സമ്മേളനം സമുദ്ഘാടനം ചെയ്തത് ഞാനാണ്. ആ സമ്മേളനത്തിൽ വെച്ച് വർക്കല നാരായണ ഗുരുകുലത്തിൻ്റെ പ്രാധാന്യവും നടരാജഗുരുവിൻ്റെ സംഭാവനകളും ആ പാതയെ പിന്തുടർന്നുകൊണ്ട് മുനി നാരായണപ്രസാദ് ചെയ്തു വരുന്ന സേവനങ്ങളെയും ഞാൻ പ്രത്യേകമായി എടുത്തു പറയുകയുണ്ടായി. വാർദ്ധക്യദശയിൽ കിടക്കയിൽ കടന്നുകൊണ്ടും അദ്ദേഹം ഗുരുദേവകഥകൾക്ക് നവീനമായ വ്യാഖ്യാനങ്ങൾ കണ്ടെത്താനും അത് അന്തേവാസികളെ പഠിപ്പിക്കുവാനും ഏറെ ശ്രദ്ധാലുവായിരുന്നു. ഏറ്റവും അവസാന കാലത്ത് ഖുർആൻ വാചകങ്ങൾക്ക് അദ്ദേഹം എഴുതിയ വ്യാഖ്യാനം സവിശേഷമായ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. അതുപോലെ ബൈബിളിനും ഭഗവത്ഗീതയ്ക്കുമൊക്കെ വ്യാഖ്യാനം എഴുതുവാൻ അദ്ദേഹം പ്രത്യേകമായി ശ്രദ്ധിക്കുകയുണ്ടായി. ശ്രീനാരായണ ഗുരുദേവൻ്റെ സന്യസ്ത പ്രശിഷ്യ പരമ്പരയിൽ മഹത്തായ സംഭാവനകൾ ചെയ്യുവാൻ സാധിച്ച ഈ ധന്യചരിതൻ്റെ ആത്മചൈതന്യം ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ ദിവ്യ ചൈതന്യത്തിൽ സമ്പൂർണമായും ലീനമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ ആദര അജ്ഞലികളും അർപ്പിച്ചുകൊള്ളുന്നു. അദ്ദേഹം പിന്തുടർന്ന പാതയെ ശ്രീനാരായണ ഗുരുദേവൻ ധന്യമാക്കിയ അനുഗ്രഹീതമായ ആ ജ്ഞാനമാർഗത്തെ പിന്തുടരാനും അനുസന്ധാനം ചെയ്യുവാനും എവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ പ്രണാമങ്ങൾ ഈ അവസരത്തിൽ അർപ്പിച്ചുകൊള്ളുന്നു. നമോ വാഗം.